ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഒരു പരിചയക്കാരിയെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ കുറച്ച് ദിവസമായല്ലോ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് പോയിട്ട്. അപ്പോൾ സ്ക്രീനിൽ വിനീത നിൽപ്പുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ദാമ്പത്യക്കാരിയോ അത്യാവശ്യ പ്രശ്നങ്ങളോ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തീർക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടോ? കാരണം പ്രേക്ഷകരല്ല എന്നോടാണ് പറയുന്നത്, നിങ്ങളെ രണ്ടുപേരെ രണ്ട് സ്ഥലത്തേക്ക് സ്ഥിരമായിട്ട് പിരിച്ചയച്ച് നിങ്ങളുടെ ദാമ്പത്യത്തിൽ കയറി ഇടപെടുന്നു. കുഴപ്പമില്ലല്ലേ? ഒന്നും പറയാനില്ല. വിനീതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അത്തരത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും മറ്റ് വിഷയങ്ങളും എല്ലാം തന്നെ. എന്തായാലും ഇന്ന് ഈ ബീഹാറിനുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ ഹർജി സുപ്രീം കോടതിയിൽ എത്തുകയാണ്. നേരത്തെ കഴിഞ്ഞ 2 മാസത്തോളമായി സുപ്രീം കോടതിയിൽ നിരന്തരം എത്തുന്നതാണ് ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ നൽകിയ ഹർജി. അത് ഇന്നും വീണ്ടും എത്തുന്നു. അത് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാങ്ചി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ബീഹാറിലെ അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട 3,70,000-ഓളം പേർക്ക് അവർക്ക് അവസാന ഘട്ടത്തിൽ ഒഴിവാക്കപ്പെട്ടവരാണ്. അവർക്ക് അപ്പീൽ നൽകാനുള്ള സൗകര്യം ഒരുക്കണം എന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരുന്നു. അവർക്ക് സൗജന്യമായ ഇത്തരത്തിലുള്ള നിയമസഹായം ആവശ്യമെങ്കിൽ അത് ലഭ്യമാക്കണം എന്ന് ബീഹാർ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും അതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് സുപ്രീം കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ ഈ ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്നും ഇത്രത്തോളം പേര് ഒഴിവാക്കിയതിൽ സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ ഈ ആദ്യഘട്ടത്തിൽ ഒഴിവാക്കപ്പെട്ടവരെ പിന്നീട് ചേർത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആവശ്യമെങ്കിൽ വോട്ടർ പട്ടിക റദ്ദാക്കുമെന്നതടക്കം സുപ്രീം കോടതി പറഞ്ഞിരുന്നെങ്കിലും നിലവിലെ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യതകൾ കുറവാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉൾപ്പെടെ അവസാനിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള നടപടികൾക്ക് സാധ്യത കുറവാണ്. എന്തായാലും നിർണായകമായ ഒരു ഹർജികൾ തന്നെയാണ് പരിഗണിക്കുന്നത്. ഒപ്പം ബീഹാറിലെ ഈ SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ അത് രാജ്യത്ത് മറ്റിടങ്ങളിൽ SIR നടപ്പാക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുഭവം നൽകും എന്നായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശം. ഇന്ന് റിപ്പോർട്ട് പരിശോധിച്ച് എന്ത് തീരുമാനമായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.